ഇന്ത്യ ഒരു വലിയ മുതൽക്കൂട്ടായി കാണാൻ പോകുന്നത് ശുഭാംശു ശുക്ലയ്ക്ക് ബഹിരാകാശ നിലയത്തിൽ ലഭിച്ചിട്ടുള്ള അദ്ദേഹത്തിന്റെ ഈ പരീക്ഷണങ്ങളിലൂടെയും അദ്ദേഹം അവിടെ എത്തിയും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ള പരിശീലനവും അനുഭവ സമ്പത്തുമാണ്. ഇത് സ്വാഭാവികമായും പ്രിയൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഗഗൻയാൻ പദ്ധതിക്ക് ഒരു വലിയ മുതൽക്കൂട്ടായി മാറ്റാൻ കഴിയുമെന്ന് ISROയ്ക്ക് ഉറപ്പുണ്ട്. ഈ പദ്ധതിയുടെ ഭാഗമാകാൻ ISRO തീരുമാനിച്ചത് പോലും ഗഗൻയാൻ ദൗത്യത്തിന്റെ ഭാഗമായി തിരഞ്ഞെടുക്കപ്പെട്ടവരിൽ ഒരാളായി ശുഭാംശു നിൽക്കുന്നു. ശുഭാംശുവിന് ഇത് ഒരു ആദ്യ പരിശീലനം എന്ന നിലയിൽ അദ്ദേഹത്തിന് ഈ പറക്കൽ, ഈ യാത്ര, ബഹിരാകാശ നിലയത്തിലേക്കുള്ള അദ്ദേഹത്തിന്റെ യാത്ര ഒരു ചരിത്ര നേട്ടം സമ്മാനിക്കുന്നതിനൊപ്പം തന്നെ രാജ്യത്തിന് ഗുണകരമായി എങ്ങനെ മാറ്റി തീർക്കാൻ കഴിയും എന്ന ആലോചനകളിൽ നിന്ന് കൂടിയാണ് ISRO ഈ ദൗത്യത്തിന്റെ ഭാഗമാകുന്നത്. ഇതൊരു കമേഴ്ഷ്യൽ ട്രിപ്പാണെന്ന് നമുക്ക് പറയാം. ഈ ദൗത്യം ഒരു സ്വകാര്യ ഒരു യാത്രയാണ് എന്ന് പറയുമ്പോൾ തന്നെ വളരെ സുപ്രധാനമായ, അതായത് തുടർന്ന് അങ്ങോട്ട് നമുക്ക് ഒരു വിനോദസഞ്ചാരത്തിന് വേണ്ടി ബഹിരാകാശത്തേക്ക് പോകുന്ന നിലയിലേക്ക് കാര്യങ്ങൾ വളരുന്നതിന് വേണ്ടിയുള്ള പരീക്ഷണ ഘട്ടങ്ങളിലേക്ക് ലോകം കടന്നു കഴിഞ്ഞിരിക്കുന്നു. അവിടെ നമുക്ക് ബഹിരാകാശ യാത്രികർക്ക് ആവശ്യം വേണ്ട ചില കാര്യങ്ങളിൽ തീരുമാനമുണ്ടാകാൻ, അല്ലെങ്കിൽ അക്കാര്യങ്ങളിൽ വലിയ ഗവേഷണത്തിലൂടെ ചില ഫലങ്ങൾ കണ്ടെത്താൻ കൂടി സഹായിക്കുന്ന തരത്തിലുള്ള പരീക്ഷണങ്ങൾ അവിടെ നടന്നിട്ടുണ്ട്. അതിലൊന്നാണ് മുൻപ് പ്രജിൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഡയബറ്റിക് പേഷ്യൻസിന്, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഇത്തരം ഡയബറ്റിക്സ് ഉള്ള ആളുകൾക്ക് ബഹിരാകാശ യാത്ര നടത്താൻ കഴിയുമോ, അതുമായി ബന്ധപ്പെട്ട പരീക്ഷണങ്ങൾ നടക്കുന്നുണ്ട്. കേരളത്തിൽ നിന്ന് കൊണ്ടുപോയതടക്കമുള്ള വിത്തിനങ്ങൾ, അതിൻ്റെ വളർച്ച സീറോ ഗ്രാവിറ്റിയിൽ എങ്ങനെയാണ്, എന്തൊക്കെ മാറ്റങ്ങളാണ് അതിനുണ്ടാകാൻ പോകുന്നത്, അങ്ങനെ മുളപ്പിച്ച ആ ധാന്യങ്ങളുമായി തിരിച്ച് ശുഭാംശു എത്തുമ്പോൾ അതിൽ വന്നിട്ടുള്ള ജനിതക മാറ്റങ്ങളെക്കുറിച്ചുള്ള പഠനം ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട്. അതുപോലെ തന്നെ ഭാവിയിൽ ഒരുപക്ഷെ അർബുദ രോഗത്തിനുള്ള ചികിത്സയ്ക്കൊക്കെ സഹായകരമാകുന്ന തരത്തിലുള്ള ചില കണ്ടുപിടുത്തങ്ങളിലേക്ക്, അല്ലെങ്കിൽ ചില നിഗമനങ്ങളിലേക്ക് എത്താൻ സഹായിക്കുന്ന പരീക്ഷണങ്ങൾ അവിടെ നടന്നിട്ടുണ്ട്. അങ്ങനെ ഈ യാത്ര കൊണ്ട് ലോകം ബെനിഫിറ്റ് ചെയ്യപ്പെടാൻ പോകുന്നത്, ലോകത്തിന് ഗുണമുണ്ടാകാൻ പോകുന്നത്, ഇങ്ങനെ പല പല ഘട്ടങ്ങളിലായി, അത് പല പല വിഷയങ്ങളിലാണ്. അതിൽ ഇനി അങ്ങോട്ട് ഇന്ത്യയുടെ തുടർന്നങ്ങോട്ടുള്ള ബഹിരാകാശ യാത്രകൾക്കും പരീക്ഷണങ്ങൾക്കും വലിയ തരത്തിൽ മുതൽക്കൂട്ടാകുന്ന വിവരശേഖരണത്തിന് ഈ യാത്ര സഹായകരമാകും. ശുഭാംശു ശുക്ല തന്നെ ഇന്നലെ യാത്രയപ്പ് ചടങ്ങിൽ പറഞ്ഞത് നമുക്ക് ഓർമ്മയുണ്ട് പ്രജിൻ. അന്ന് രാകേഷ് ശർമ്മ പോയപ്പോൾ ഇന്ത്യ, നമ്മുടെ ഭാരതം എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് സാരേ ജഹാംസെ അച്ഛ, ഏറ്റവും സുന്ദരമായ ഇടം എന്നാണ് രാകേഷ് ശർമ്മ ഭാരതത്തെ ബഹിരാകാശത്ത് നിന്ന് നോക്കിയപ്പോൾ അദ്ദേഹം കണ്ടതായി വിശേഷിപ്പിച്ചത്. ഇന്നിപ്പോൾ അദ്ദേഹം പറയുന്നത് അതിൽ നിന്നും വലിയ മാറ്റങ്ങൾ ഭാരതത്തിന് വന്നിരിക്കുന്നു. കുറെ കൂടി ആത്മവിശ്വാസമുള്ള, കുറെ കൂടി നിറങ്ങൾ ഉൾച്ചേർന്നിരിക്കുന്ന, കുറെ കൂടി കരുത്തുറ്റ ഒരു രാജ്യമായി നമ്മുടെ ഇന്ത്യ മാറിയിരിക്കുന്നു എന്നാണ് ശുഭാംശു ശുക്ല പറഞ്ഞത്. ശുഭാംശുവിൻ്റെ ഈ യാത്രയിൽ അദ്ദേഹത്തിൻ്റെ ആത്മവിശ്വാസവും കരുത്തുമൊക്കെ ഈ രാജ്യം സമ്മാനിച്ചതാണ്. അത് അദ്ദേഹം അവിടെ നിന്ന് ഈ രാജ്യത്തെ നോക്കിക്കാണുമ്പോൾ ഞങ്ങൾക്ക് ഈ ദൗത്യം വലിയ ബഹിരാകാശത്ത് നിന്ന് നോക്കുമ്പോൾ ഇന്നത്തെ ഇന്ത്യ സ്വപ്നങ്ങൾ നിറഞ്ഞതായി കാണപ്പെടുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇന്ത്യയെ നിർഭയമായും ആത്മവിശ്വാസത്തോടെയും കാണപ്പെടുന്നു. ലോകത്തിൽ ഏറ്റവും മികച്ചതാണ് ഇന്ത്യ, ഉടൻ ഭൂമിയിൽ വെച്ച് കാണാം എന്ന് പറഞ്ഞാണ് ശുഭാംശു ശുക്ല ഇന്നലത്തെ യാത്രയപ്പ് ചടങ്ങിൽ അദ്ദേഹം സംസാരിച്ചത്. ഏതായാലും ശുഭാംശു അടങ്ങുന്ന ഈ ദൗത്യ സംഘത്തിന് അങ്ങോട്ട് പോയപ്പോൾ നമ്മൾ നേർന്ന ശുഭാശംസകൾ നേർന്നത് പോലെ തന്നെ ഭൂമിയിലേക്കുള്ള ഈ മടക്കയാത്രയിലും എല്ലാവിധ ആശംസകളും നമുക്ക് നേരാം. ഒരു തരത്തിലുമുള്ള ബുദ്ധിമുട്ടുകളില്ലാതെ ഈ ഭൂമിയിലേക്ക് മടങ്ങി വരാൻ ശുഭാംശുവിനും സംഘത്തിനും കഴിയട്ടെ. പ്രജിൻ, ഇനി നമുക്ക് ഒരുപക്ഷെ പ്രേക്ഷകർക്ക് അറിയാനുള്ളത് ഏതൊക്കെ ഘട്ടങ്ങളിലൂടെയാണ് ഈ ഡ്രാഗൺ പേടകത്തിൻ്റെ യാത്രയുള്ളത്, ഭൂമിയുടെ ആകർഷണ വലയത്തിലേക്ക് എപ്പോഴാണ് ഇത് സ്പർശിക്കുക, എന്തൊക്കെ സാങ്കേതികമായ തയ്യാറെടുപ്പുകളാണ് അതിനാവശ്യമായിട്ടുള്ളത്. നേരത്തെ പ്രജിൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ദൗത്യത്തിൻ്റെ പൈലറ്റ്, ഇതിനെ നിയന്ത്രിക്കുന്ന ഒരാൾ എന്ന നിലയിലാണ് ശുഭാംശുവിൻ്റെ റോളുള്ളത്. അദ്ദേഹത്തിന് ഇനി എന്തൊക്കെ കാര്യങ്ങളാണ് നിർവഹിക്കാനുള്ളത്. അൺഡോക്കിങ്ങിൻ്റെ സമയം അടുത്തു വരുന്നു, 4:35 പറഞ്ഞിരിക്കുന്ന സമയം. അതോടുകൂടി ഈ ദൗത്യത്തിൽ സ്പേസ് എക്സുമായിട്ടുള്ള നാസയുടെ ബന്ധം അവിടെ അവസാനിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തൊക്കെ